ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ചപ്പാത്തിയുടെയും അപ്പത്തിൻ്റെയൊക്കെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു മുട്ടക്കറിയുടെ റെസിപ്പിയാണ് ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഈസി ആയിട്ടുള്ള വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു മുട്ടക്കറിയാണ് ഇത്. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കാമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അതിനു മുമ്പ് ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നവരാണെങ്കിലും മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. മുട്ടക്കറി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 3 മുട്ടയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം ഒരു സവാളയും ഒരു കഷ്ണം ഇഞ്ചിയും ഒരു വെളുത്തുള്ളിയും എടുത്തിട്ടുണ്ട്. മുട്ട പുഴുങ്ങാൻ വെച്ചിട്ടുണ്ട് 3 മുട്ട. അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. 2 തക്കാളിയും എടുത്തിട്ടുണ്ട്. ഇഞ്ചിയും വെളുത്തുള്ളിയും വളരെ പൊടിയായിട്ട് അരിഞ്ഞെടുക്കാം. സവാളയും കുനുകുനന്ന് അരിഞ്ഞെടുക്കാം. അപ്പോൾ ഇതുപോലെ വളരെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. തക്കാളി അരിയുന്നില്ല, തക്കാളി നമ്മൾ അരച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് തക്കാളി ക്ലീൻ ചെയ്തിട്ട് ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് അതിലിട്ട് കൊടുക്കാം. 2 തക്കാളിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. കറിക്ക് നല്ല തിക്നെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് തക്കാളി അരച്ചെടുക്കുന്നത്. ഇപ്പോൾ 2 തക്കാളി ഇതുപോലെ അരിഞ്ഞ് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് ഫൈനായിട്ട് അരച്ചെടുക്കാം, വെള്ളമൊന്നും ചേർക്കാതെ അരച്ചെടുക്കാം ഇതുപോലെ. ഇനി നമുക്ക് മുട്ട ഇപ്പോൾ പുഴുങ്ങിയൊന്ന് നോക്കാം. ഇപ്പോൾ മുട്ട നല്ലപോലെ പുഴുങ്ങി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കൊരു പാൻ ചൂടാകുമ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കാം. കൂടെ സവാളയും കൂടി ചേർത്ത് കൊടുക്കാം. കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2.5 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, ഇത്രയും ചേർക്കാം. കൂടെ തന്നെ 1 ടീസ്പൂൺ ഗരം മസാലയും കൂടെ ചേർത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചതുകൂടി ചേർത്തിട്ടുണ്ട്. പാകത്തിന് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ മസാലയൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട് ഉള്ളിയിൽ. ഇനി ഇതിലേക്ക് അരച്ചു വെച്ചിരിക്കുന്ന തക്കാളി കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളയ്ക്കട്ടെ. കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. നമുക്ക് എത്ര ഗ്രേവി വേണോ അതിനനുസരിച്ച് വെള്ളം ചേർക്കാവുന്നതാണ്. ഇനി അടച്ചു വെച്ച് വേവിക്കാം. ഇപ്പോൾ അതിൻ്റെ മസാലയൊക്കെ നന്നായി പിടിച്ച് എണ്ണ മുകളിൽ തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഇതിലേക്കൊരു 1 ടീസ്പൂൺ ടൊമാറ്റോ സോസ് കൂടി ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന മുട്ട കൂടി ചേർക്കാം. കുട്ടികൾക്കിത് ഭയങ്കര ഇഷ്ടമാവും. ടൊമാറ്റോ സോസൊക്കെ ചേർത്തുകൊണ്ട് കുട്ടികളൊക്കെ ചോദിച്ച് വാങ്ങിച്ച് കഴിക്കുന്ന മുട്ടക്കറിയാണ്. ഹോട്ടൽ സ്റ്റൈലിലൊക്കെ ഉള്ളൊരു മുട്ടക്കറിയാണ് കേട്ടോ ഇത്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം, തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. ഇപ്പോൾ ഗ്രേവിയൊക്കെ മുട്ടയിലൊക്കെ പിടിച്ചിട്ടുണ്ട്. ഏകദേശം നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അവസാനമായിട്ട് കുറച്ച് മല്ലിയില കൂടി ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ മുട്ടക്കറി റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് സെർവ് ചെയ്യാം. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം.
നിങ്ങളുടെ കമൻസൊക്കെ അറിയിക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുകയും കൂടെ ചെയ്യണം. താങ്ക് യു. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.